ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയാണോ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. റമദാൻ ഇതാ നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. എല്ലാവരുടെയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? എൻ്റേത് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ അടുക്കള നനച്ചുള്ളി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചതാട്ടോ. കാരണം പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചണിലേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. റംസാനിലേക്കുള്ള സാധനങ്ങളുടേത് മാത്രമല്ല, ഇതിപ്പം മാർച്ച് മാസം സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പോൾ ഒരു മന്ത്ലി ഗ്രോസറി ഐഡിയ കൂടിയാണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫെബ്രുവരി മാസത്തിലെ മന്ത്ലി ഗ്രോസറി ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺട്രോൾഡ് ആയിട്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അപ്പം അടുത്ത മാസം നോമ്പ് വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില സാധനങ്ങളൊക്കെ വേസ്റ്റേജ് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഉള്ള സാധനങ്ങൾ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പം പല സാധനങ്ങളും ഇപ്പോൾ നോമ്പ് മാസത്തിൽ നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടാവും. നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നോമ്പ് മാസത്തിൽ തീരെ ഉപയോഗിക്കാത്തതുണ്ടാകും. നോർമലി യൂസ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ നോമ്പ് മാസത്തിൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതും ഉണ്ടാകും. എല്ലാ വീട്ടിലെ സ്ഥിതി ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല, ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നാലും ഒരുവിധം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ നോമ്പ് മാസത്തിന് ചോറ് വയ്ക്കാറില്ല. പുലർച്ചയ്ക്കും ഒക്കെ പത്തിരിയാണ് കഴിക്കുന്നത്. അതേപോലെ ഈ ധാന്യങ്ങളായിട്ടുള്ള കടല, പയർ, ഉഴുന്ന്, മമ്പയർ, ഈ വക സാധനങ്ങളൊന്നും തന്നെ ഞാൻ നോമ്പ് മാസത്തിൽ ഉപയോഗിക്കാറില്ല. ആകെ യൂസ് ചെയ്യുന്ന ഒരു ധാന്യം എന്ന് പറഞ്ഞാൽ ചെറുപയർ മാത്രമാണ്. അപ്പം അതാണ് അധികമായിട്ടൊന്നല്ല, അതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഉണ്ടാക്കാത്തത് കൊണ്ടല്ല, ഇവിടെ ഉണ്ടാക്കിയാൽ അതാരും കഴിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഓരോ മാസത്തിലേക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മന്ത്ലി ഗ്രോസറിയിൽ ഇൻക്ലൂഡ് ആക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് എൻ്റെ ഈ റംസാൻ മാസത്തിലേക്കുള്ള ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ മെയിനായിട്ട് ഞാൻ മുളക്, മല്ലി, മഞ്ഞൾ, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ നോർമലി കാണുന്നൊരു സാധനമാണ് പച്ചരി. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു 6 കിലോന് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുമുണ്ട്. പിന്നെ ഈ മാസം നമുക്കൊരു 8 കിലോ റേഷനായിട്ട് കിട്ടാനുള്ളതുമുണ്ട്. അതുകൊണ്ട് അത്രയും തോനെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങുന്നില്ല. പിന്നെ അരി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കാരണം നമ്മൾ ചോറ് വെക്കുന്നില്ലാത്തത് കൊണ്ട് അരി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ നോമ്പ് മാസത്തേക്കായിട്ട് സ്പെഷ്യലായിട്ടുള്ളതാട്ടോ. ഈ സൺഫ്ലവർ ഓയിൽ, പിന്നെ മൈദ, റവ, കടലപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നോമ്പ് മാസത്തേക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പം മൈദയൊക്കെ എനിക്ക് ഒഴിവാക്കണം തന്നെയാണ്. പക്ഷേ കുട്ടികളൊക്കെ നോമ്പ് പിടിക്കുന്നതിനെ കൊണ്ട് എനിക്ക് എന്തായാലും പലഹാരം നിർബന്ധമാണ്. പിന്നെ അവർക്ക് നോമ്പ് പിടിക്കുമ്പം പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണല്ലോ. അതുകൊണ്ട് മാത്രമായിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ മാസമാണ് മസാലപ്പൊടിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരുവിധമൊക്കെ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗരം മസാല ആണെങ്കിലും മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഗരം മസാലകൾ അധികമായിട്ട് വേണം. അപ്പോൾ ആ സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇത് നമ്മളൊരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലിയിലേക്ക് ഒരു മാസത്തേക്ക് വേണ്ട സാധനമാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഒരു മാസം കൂടുതലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസത്തേക്കുള്ള റംസാൻ ആയതുകൊണ്ട് റംസാൻ പ്രമാണിച്ചിട്ടുള്ളൊരു വലിയ ലിസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ജനറൽ ലിസ്റ്റായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം കേട്ടോ. കാരണം ഇതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കാരണം ഇതിപ്പോൾ റംസാൻ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഷോപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അപ്പം എങ്ങനെ പോയാലും ഒരു 4-5 മാസം എത്ര ലാവിഷായിട്ട് കുക്ക് ചെയ്താലും എനിക്ക് ഈ സാധനങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഞാൻ ബാക്കി ഇനി എന്തെങ്കിലും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് ഓരോ സെക്ഷനും പോയി നോക്കിയിട്ട് ഓരോന്ന് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കടല ഇത്രയും കൂടി ഉള്ളൂ, അതെനിക്ക് എന്തായാലും നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അത് തീർക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കടലൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഒരു കിലോ ചെറുപയർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്.
എൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മന്ത്ലി ഗ്രോസറി ഞാൻ എല്ലാ മാസവും കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു മാസം എൻഡ് ആകുമ്പോഴേക്കും ഒരുവിധം സാധനങ്ങളൊക്കെ തീരും. എല്ലാ സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിയും കേട്ടോ. അപ്പം ഞാനത് നോക്കിയിട്ടും പിന്നെ ബാലൻസ് ഉള്ള സാധനങ്ങളിലേക്ക് എത്ര വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ ലിസ്റ്റും അതിൻ്റെ തൂക്കവും ഞാൻ എഴുതാറുള്ളൂ. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. സാധനങ്ങൾ വേസ്റ്റേജ് കുറയ്ക്കാനല്ല, വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോവല്ലേ, വെറുതെ പ്ലാസ്റ്റിക് കവറുകളൊന്നും മാക്സിമം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സഞ്ചികൾ, ബിഗ് ഷോപ്പറുകൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അത് ഞാൻ സാധാരണ ആ ഒരു കബോർഡിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ എഴുതിയ ലിസ്റ്റ് മറക്കാതെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതാ ഞങ്ങൾ അതിപ്പം എല്ലാം കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ വീട്ടിലെ പണികളും കൂടി തീർത്തതിന് ശേഷമാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു 7 മണിയേറെ ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഉമ്മ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അതാകുമ്പോൾ ഒറ്റ കടയിൽ കയറി കഴിഞ്ഞാൽ ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുമല്ലോ. അത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യുന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോണത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ രാത്രിയായിട്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ നമുക്ക് രാത്രി യാത്ര അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ പോണ വഴിക്ക് ഉമ്മനെയും പിക്ക് ചെയ്തു. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിങ്ങിന് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകളൊക്കെ റംസാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ മല്ലി മുളകൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കുകയാണ് കേട്ടോ. മല്ലി നമ്മൾ നോർമലി ഉള്ള മുളക് 1 കിലോയും കാശ്മീരി മുളക് ഒരു 500 ഞാൻ വാങ്ങുന്നത്. ഇത്തവണ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. നോർമലി ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. ഇത്തവണ ഞാൻ മിക്സ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കണ്ടമാനം ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആണല്ലോ, നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ചില അയലുകളുണ്ടാകും, ചില ഏരിയകൾ ഉണ്ടാകുമല്ലോ. ഈ പാത്രങ്ങൾ, ക്രോക്കറി ഐറ്റംസ്, പിന്നെന്താ ഗ്ലാസ് ഐറ്റംസ്, ഈ വക സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മാഗ്നറ്റിക് പോലെ ഇങ്ങനെ വലിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയ ശേഷം ഒന്നും വാങ്ങുന്നില്ല. കണ്ടമാനം പാത്രങ്ങൾ, ആവശ്യത്തിനുള്ള പാത്രങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് പുതിയ പാത്രം വാങ്ങിക്കാനൊന്നും ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇതാ ഈ ഒരു പാല് കണ്ടോ, നന്ദിനി ഗുഡ് ലൈഫ്, നമ്മൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ പാലാണ്. ഗവൺമെൻറ്റാണോ എന്നറിയില്ല. ഓക്കെ, അപ്പം അതിങ്ങനെ ബോട്ടിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. പുറത്ത് വെച്ചാൽ കേട് വരാത്ത ടൈപ്പ് പാലുണ്ടല്ലോ, അതാണ്. ഞങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടോ 1 ലിറ്ററിൻ്റെ. ഒന്നും പറയാനില്ല, സൂപ്പർ സാധനമാണ്. ഭയങ്കര റിച്ച് ക്രീമി ആയിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാലിന്. പ്രൊമോഷനൊന്നും ആണെന്ന് വിചാരിക്കേണ്ട, ഞാൻ എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും ഒരു 1-2 ബോട്ടിലും കൂടി വാങ്ങണമെന്ന് വിചാരിക്കും. സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, അതിൻ്റെ അടുക്ക് അവിടുത്തെ ക്രോക്കറി ഐറ്റംസൊക്കെ നോക്കി ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, പുതിയ ഐറ്റംസ് വന്നതൊക്കെ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണ് കേട്ടോ നമ്മളെ ഷോപ്പിങ്. ഈ ഒരു ഞാൻ കുറേ സമയമായിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് വാഷ് ലിക്വിഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ബ്രാൻഡിൻ്റെ ഒരു സോപ്പ് ഉണ്ട്, സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. ഞാൻ അതിങ്ങനെ ഇവിടുത്തെ ചേച്ചിനോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞു പോയി. ഞങ്ങൾ സ്ഥിരമായിട്ട് ആ ഒരു സോപ്പ് തന്നെയാണ് വാങ്ങുന്നത്. സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരുവിധം ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞു, സാധനമൊക്കെ ബില്ല് ചെയ്തുകൊണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഇത്ര കാര്യങ്ങളെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് എന്നുള്ളതും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ തൊട്ടടുത്ത വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെന്താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ നമ്മളൊരു ചെറുതായിട്ടൊരു ലൈറ്റായിട്ട് ഞങ്ങളൊരു ചായ കൂടി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.